ആ മോളെ ഒന്ന് എടുക്കോ? അടിക്കുന്ന തന്നെ മോളെ. അടിക്ക. സാറേ ഒരു ലോട്ട് എടുക്കാറ്. സാറേ ഞങ്ങൾക്ക് ആകപ്പാടുള്ള കിടപ്പാടാണ് സാറേ. അനി മോളെയും കൊണ്ട് എങ്ങോട്ടാ സാറേ പോവാം? ഞങ്ങൾക്കൊന്ന് സാവകാശം തരും സാറേ. സാവകാശം വേണമെന്ന് പറഞ്ഞ് പലിശയുടെ പലിശ എന്തരായെന്ന വിചാരം. പകുതിയെങ്കിലും അടയ്ക്കാമെങ്കിൽ എന്തെങ്കിലും സാവകാശം തരാം അല്ല സാറേ? എടാ അതെങ്ങനെ ശരിയാകും? തനിക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടി. മൊത്തം എമൗണ്ട് എപ്പോൾ അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒന്നാമത് അടയ്ക്കാനുള്ള കാലാവധിയെ കഴിഞ്ഞടിക്കാം. സാറേ, ഇതിന്റെ ഭർത്താവ് വെള്ളം അടിച്ച് തേര പര നടക്കുക. ഇത് വീട്ടുജോലി ചെയ്തും തൊഴിലുറപ്പിനും പോയ ഇതുങ്ങൾ ജീവിക്കുന്നത്. ഒത്തിരി സാവകാശം കൊടുക്കണം സാറേ. ഇതൊക്കെ പറയാം. നിങ്ങളാരാ? ഞാൻ ഇതിന്റെ ഭർത്താവിന്റെ സഹോദരിയാ. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, അതങ്ങോട്ട് കൊടുക്ക്. അങ്ങനെങ്കിൽ ആ കാര്യം നടക്കട്ടെ. സാറേ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല സാറേ. ഇവിടെ നിന്ന് ഇറങ്ങിയ വേറെ വീടില്ല സാറേ. സാറേ എന്തെങ്കിലും ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതി പറയാം. സീൽ ചെയ്തേ. സാറേ 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 പ്ലീസ് സാറേ. സാറേ മനസ്സിലായല്ലേ? എന്നത്തേണെങ്കിൽ സാറ് ലോട്ടറി എടുക്കാത്തത് സാർ? അല്ല, അതിനു മുമ്പ് ആ മോളങ്ങ് പോയി. ഒന്നും പറയണ്ട സാർ, എൻ്റെ ഒരു പഴയ സ്നേഹിതന്റെ ഒരു മോളാണ്. അവൻ 24 മണിക്കൂറും വെള്ളം. നാട്ടുകാരെല്ലാരും കൂടെ പിടിച്ച് DD സെന്ററിൽ കൊണ്ടിട്ടെന്നാണ് അറിഞ്ഞത്. അവിടെ നിന്ന് ചാടിപ്പോയെന്നാണ് അറിഞ്ഞത്. ഞാൻ പിന്നെ ഇടയ്ക്ക് അവളെ വീടും ജപ്തി ചെയ്തു. അവളെ അമ്മയുണ്ടല്ലേ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇപ്പം ഏതോ ഒരു വകയിലെ മാമിയുടെ കൂടെയാണ് ആ കുഞ്ഞിപ്പോ താമസിക്കുന്നത്. നല്ലോണം പഠിച്ചോണ്ടിരുന്ന കൊച്ച ഇപ്പൊ ലോട്ടറി കച്ചവടം. പക്ഷെ ആ ബാങ്കുകാരെ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിണ്ടല്ലേ ആ കുഞ്ഞിന്റെ ഗതി ഇതാവില്ലായിരുന്നു.